പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണെന്ന് പറയുന്ന കാര്യമില്ല കേട്ടാ. പഴയ കാലത്തെ കഞ്ഞിയും പിന്നെ ചമ്മന്തിയും പിന്നെ കൂർക്കുപ്പേരിയും കൂടിയിട്ടുള്ള ഒരു പഴയ കാല ഒരു കഞ്ഞിവെപ്പ്. കഞ്ഞിവെപ്പും അതിൻ്റെ ഒരു കഞ്ഞി കൂടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കഞ്ഞി കുടിക്കാൻ വേണ്ടി മാത്രം ഒരാൾ നമ്മുടെ ഒപ്പം വന്നിട്ടുണ്ട്. കഞ്ഞി കിട്ടാത്ത അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ പാചകം ഈ കഞ്ഞി പിടിയൊക്കെ തീരുമാനിച്ചേട്ടാ. അപ്പൊ നമ്മള് ആദ്യം തന്നെ കഞ്ഞി വയ്ക്കാൻ പോണത്. കഞ്ഞി വയ്ക്കണമെങ്കിൽ ആദ്യം നമുക്ക് ആവശ്യം ഒരു കലമാണ്. ഈ മൺകലത്തിലാണ് നമ്മൾ കഞ്ഞി വയ്ക്കാൻ പോണത്. വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. സരിതങ്ങൾ നോക്കിയേ കണ്ട, വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം അടുപ്പ് കൂട്ടിയിട്ട് കഞ്ഞി വയ്ക്കാൻ പോണം. ആദ്യം അടുപ്പ് കൂട്ടണം. അവിടെ ആദ്യം നമ്മള് ഇവിടെ ഒരു അടുപ്പ് കൂട്ടാൻ പോകും. ബാക്കിൽ അടുപ്പുണ്ട്, അവിടെ വെച്ചാ പോരെ. ഇവിടെ അങ്ങോട്ട് നടക്കാൻ പറ്റില്ല. ഒരു ചെറിയൊരു സിമ്പിൾ അടുപ്പ് വേണ്ട നമുക്ക്. നമ്മുടെ അടുപ്പ് സെറ്റ് ചെയ്തു കേട്ടാ. ഇത് നമ്മുടെ ഇത് കലം വെക്കാൻ കറക്റ്റ് ആണോ നോക്കട്ടെ കേട്ടാ. കറക്റ്റ്. നമുക്ക് തീ എത്തിക്കാം. ഓല കൂടി എടുക്കാം മതി. ഈ ബേബി ചായന കാണുമ്പോ നമ്മുടെ ഹോളോമാൻ സിനിമയിലത്തെ വില്ലന്റെ പോലെ ഉണ്ട് ഇല്ലേ? എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. പിന്നെ ട്രമേഴ്സ് സിനിമയ്ക്കില്ലേ, അതിലത്തെ മാങ്ങ വീണ് കിടക്കണ്ട, അത് കട്ട് കടിച്ചോളാം. അത് നമ്മൾ തീ കത്തിയിൽ തുടങ്ങിട്ടാ. അപ്പൊ കത്തി പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കലെടുത്ത് വയ്ക്കും. കൈക്കോട്ട് കിടക്കാൻ അറിയാവുന്നു. അടുത്ത ആഴ്ച കൊത്തി കൊണ്ടുപോയി കാച്ചണം. നമ്മള് കലം വെക്കുന്നു കേട്ടാ. വെള്ളം വെച്ചിട്ടുണ്ട്. ഇതൊരു താൽക്കാലികമായ അടുപ്പാണ് കേട്ടാ. ഇതൊരു താൽക്കാലികമായ അടുപ്പാണ്. അതുകൊണ്ടാണ് വലിയ ഭയങ്കരമായിട്ട് താത്തിട്ട് നമ്മൾ വെച്ചില്ലേ. അപ്പുറത്ത് ഒരു അടുപ്പുണ്ട് നമ്മുടെ സ്ഥിരമായിട്ടുണ്ട്. ഇത് ഫ്രണ്ടിലാണ് നമ്മളിത് വീഡിയോ പിടിക്കുന്നത്. അല്ലെങ്കിൽ കഞ്ഞി വയ്ക്കുന്നത് അപ്പുറത്തായി കഴിഞ്ഞാൽ അങ്ങോട്ട് കിടന്ന് നടക്കേണ്ടി വരും. എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഈ കഞ്ഞിക്ക് കഴിക്കാനായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. കൂർക്ക കൂട്ടാൻ വെക്കുന്നുണ്ട്. അപ്പോൾ കൂർക്ക കണ്ട കുറച്ച് തൊലി കളഞ്ഞ് കഴുകി വെടുപ്പാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു കുക്കറിലിട്ട് വേവിക്കാൻ പോവാണ് കേട്ടോ. കുക്കറെടുത്തു. ഇതിൻ്റെ വെള്ളം കളയാം. ഈ കൂർക്ക കുക്കറിൽ വേവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇത് ഇത്തിരി കല്ലം കൂർക്കയാണ്. അതായത് ഈ കാറ്റ് കൊണ്ടൊക്കെ വലിഞ്ഞ കാരണം ആൾക്ക് ഇത്തിരി വേവാത്തിരി പ്രയാസം. അതുകൊണ്ട് കുക്കറിൽ നമ്മൾ വേവിക്കുന്നത് കേട്ടോ. നമ്മൾ കൂർക്കയിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. വെള്ളം അധികം ഒഴിക്കണ്ട. നമ്മൾ വെള്ളം ഒഴിച്ചു. ഇനി കുറച്ച് ഉപ്പിട്ടു. കുറച്ച് ഉപ്പ് കേട്ടോ. നമ്മൾ വേവിക്കുന്നു. നമ്മൾ ഈ കൂർക്കയ്ക്ക് ഒരു വിസിലടിച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നേരം വീണ്ടും സിമ്മിലിട്ട് കത്തിക്കും കേട്ടോ. എന്നിട്ട് ഓഫ് ചെയ്യുക. പിന്നെ ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെന്തുണ്ടാവും. സാധാരണ ഒറ്റ വിസിൽ മതി. വിസിൽ പറയാൻ നിൽക്കുന്നത് സാധാരണ ഒറ്റ വിസിലടിച്ചിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോഴേയും വേവും. ഇതിപ്പോൾ ഈ കാറ്റ് കാലം കൂർക്കയ്ക്ക് ഒരു മുറുക്കുണ്ട് ചെറുതായിട്ട്. തൊലി കളയത്തിന് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മുടെ വെള്ളത്തിലിട്ടാലും നമ്മുടെ ശരീരത്തിന് ഈ സമയത്ത് ഒരു വലിച്ചില്ല. ആ വലിച്ചിട്ട് കൂർക്കനും ബാധിച്ചിട്ടുണ്ട്. എല്ലാത്തിനെയും എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളെയും ചെറുതായിട്ടുണ്ടാവും. അപ്പോൾ തൊലിക്ക് ഒരു ഇതുണ്ടാവും. അപ്പോൾ അത് കളയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ വെള്ളം തിളയ്ക്കാറായുന്നുണ്ട് അടുപ്പിൽ കലം. നമ്മുടെ അരിയിലെ വെള്ളം കാഞ്ഞു തുടങ്ങി. കായ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിളയ്ക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തി തുടങ്ങി. ഒരു സൗണ്ട് കേൾക്കും. അതിന് കായ എന്ന് പറയാ. ആ സമയത്താണ് നമ്മള് അങ്ങനെയാണ് നമ്മള് തൃശ്ശൂർ പറയാ. അപ്പൊ നമ്മള് അരി കഴുകാൻ പോണ്. ഇത് ഒരു നാഴി അരിയാണ് എടുത്തോണത് കേട്ടാ. ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ ഒരു നാഴി അരി കഴുകി കൊണ്ടു നമ്മള് വെള്ളത്തിലിടാൻ പോണം. അരി ഇടാൻ പോണു കേട്ടാ. മട്ടരിയാണ് കേട്ടാ. വടി മട്ട എന്ന് പറയുന്നതിനെ വടി. കഞ്ഞിക്ക് കൂട്ടി കഴിക്കാൻ ഇതാണ് പട്ടത്തി മാന്തൽ എന്ന് പറയും. നമുക്ക് ഒറിജിനൽ പട്ടത്തി മാന്തലല്ല കിട്ടിയ പോണത്. ഇപ്പൊ വരുന്ന പട്ടത്തി മാന്തൽ എന്ന് പറയും. ഇത് ശരിക്കും പട്ടത്തി മാന്തൽ ഇതിന് അങ്ങനത്തെ ഒരു പേരാണ് വന്നത്. അതെന്താന്നറിയില്ല. പട്ടത്തി മാന്തൽ എന്ന് പറയും. പക്ഷെ ഇതിങ്ങനെ ഇതിന് ഇത്തിരി നീളം കൂടുതലാ. ഇത്രയ്ക്ക് നീളം ഉണ്ടാവില്ല. ഇപ്പൊ അങ്ങനത്തെ വരില്ല. അപ്പൊ നമ്മള് ഇതാണ് ഇതിന് വെള്ളത്തിലിട്ടതാണ് നമ്മൾ ഇതിന് തൊലി കളയുന്നത്. പണ്ട് തൊലിയൊന്നും കളയാറില്ല കേട്ടാ. പണ്ട് തൊലി കളയാറില്ല. തൊലി എടുക്കും. എന്നിട്ട് അവസാനം തൊലി വറക്കും. ഒരെണ്ണം പോലും കളഞ്ഞില്ല. ഇത് മെൽറ്റ് ചെയ്ത് ഇത് വരാനായിട്ട് അങ്ങനെയൊന്നുമില്ല. 10 മിനിറ്റ് കഴിഞ്ഞ പരിപാടി.
ഇവന്റെ ഈ ഇതില്ലേ, ഓ ഐ ആം സോറി ഡാ, ഇത് കളയണം. മീൻ കഴുകി കൊണ്ടുവന്നിട്ടോ, അത് മാറ്റി വയ്ക്കുന്നു. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇറക്കാം. നമുക്ക് അതിന് മുന്നേ ഒരു ചമ്മന്തി അരയ്ക്കാണ്ട്. എന്നാലും കൊറേ കാലം കൂടിയിട്ട് ഒരു ഫ്രണ്ട് വന്നപ്പോഴേ ചേട്ടൻ ഉണ്ടാക്കി കൊടുത്ത സാധനങ്ങൾ അടിപൊളി. എനിക്ക് കഞ്ഞിയും ചമ്മന്തി. അപ്പൊ ചമ്മന്തി അരയ്ക്ക് നമ്മള് കോരി വില എടുത്തു. ഞാൻ പ്രതീക്ഷിച്ചത് ചിക്കനോ ബീഫൊക്കെയാ. ചമ്മന്തി അതന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ, മോശമൊന്നല്ല, ആള് അടിപൊളിയാണ്. ലോകത്തിലെ ഏറ്റവും ടേസ്റ്റുള്ള ഒരു ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ പേര് പറയുന്ന ഭക്ഷണമാണ് കഞ്ഞിയും ചമ്മന്തി. നമ്മള് മലയാളികള്, ഞാൻ പറയും കഞ്ഞി ചമ്മന്തി എന്ന് പറയട്ടാ. മറ്റേ കോഴിയും ഇറച്ചിയും സാധനങ്ങളൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ് വയറിന് നമുക്കൊരു സുഖം ഉണ്ടാവില്ല. ഈ സാധനം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചുക്കൊന്നും സംഭവിക്കില്ല. അപ്പൊ നമ്മള് കോരി വില എടുത്തു. ഇനി ഇതിലേക്ക് വേണ്ടത് നോക്കിയേ, നമ്മുടെ ഈ ഉണ്ടമുളക് കണ്ടിട്ടുണ്ടോ? ഈ സാധനം അല്ലല്ല, സാധാരണ ഉണ്ടമുളക്. അതൊരു 4 അടുത്തുണ്ട് കേട്ടോ. എരിവുണ്ടാവട്ടെ. മെക്സിക്കൻ മുളകാണ്. മെക്സിക്കൻ അല്ല, മെക്സിക്കൻ എരിവ് കൂടുതലാ. അതെ, ഓക്കെ. നമ്മുടെ ചിരട്ടക്കയിലുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇവരിൽ നിന്ന് വെറുതെ നിന്ന് അരയ്ക്കാം. നമ്മളുടെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പണ്ട് കാലത്തുള്ളവര് ഈ ചിരട്ടക്കയിൽ അത്ര എയിമില്ലാന്ന് കൊണ്ടത്. നമുക്ക് നോക്കാം കേട്ടാ. ചമ്മന്തി അരയ്ക്കുന്ന രീതിനെ ഇതിങ്ങനെയാണ്ടിട്ട് ഇങ്ങനെയാണ്ട് ആക്കും പണ്ട് അമ്മമാര്. പിന്നെ വീണ്ടും ആക്കും. ഇടാൻ പോണു. ഇനി ഇതിലേക്ക് നമ്മൾ നോക്കിയാൽ കുഞ്ഞുള്ളി, അതൊരു 3-4 വെക്കണം. എന്നിട്ട് അതിൽ നിന്ന് അപ്പോൾ ഉള്ളി നമ്മൾ ഇതിൽ അരച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. കല്ലുപ്പ്, പിന്നെ ചെറിയ പുളിയല്ല, ഈ കോൽപ്പുളിയുടെ ഒരു ചെറുത്. കൊടപ്പുളിയല്ല, കോൽപ്പുളി വേണമെങ്കിൽ അധികം വേണം പുളി. എനിക്കിഷ്ടമാണ്. നമ്മുടെ ഗസ്റ്റിന്റെ ഇഷ്ടത്തിനാണ്. ഇനി നമ്മള് ഇതിലേക്ക് ശരിക്കും ചേർക്കണത് ഒരു തുണ്ട് കഞ്ഞിവെള്ളം ഒഴിക്കും. അതിന് കഞ്ഞി ആവണല്ലോ. അപ്പൊ ഇത് അരക്കി ഒരു സ്വല്പം വെളിച്ചെണ്ണ കേട്ടാ. ഇനി ആവശ്യം ഒഴിക്കാം നമുക്ക്. ഇഞ്ചി ഇതിലില്ല, ഇത് ഇഞ്ചിയുടെ കടിയുള്ളതല്ല. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് കൈ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഈ കയ്യിലാകുമ്പോഴേ. പിന്നെ ഇതില് ടേസ്റ്റിന് വേണ്ടിയിട്ട് ലാസ്റ്റില്ലേ ഒരു 5-10 ചോറും വെച്ചിട്ടിട്ട് ഒരു 1/2 കിലോ അരയ്ക്കും. പണ്ട് കാലത്തെ ടേസ്റ്റിനാവില്ല, അളവ് കൂടാനാവോ? അന്ന് മിളക് പറമ്പിന്ന് പൊട്ടിക്കും അല്ലേ, ഉള്ളിയൊന്നും ഉണ്ടാവില്ല. അമ്മ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ. കേമൻ ചമ്മന്തി അരക്കൽ കഴിഞ്ഞു കേട്ടാ. ഇതൊന്ന് മാറ്റിയിരിക്കണൂടെ. നമുക്ക് കൂർക്ക വന്നിട്ടോ നോക്കാട്ടാ. കൈപൊള്ളും ഇഷ്ടാ. എന്തുണ്ട്, ഉപ്പുണ്ടാ? ചമ്മന്തിയിൽ ഉപ്പ് നോക്കിയാ കറക്റ്റാണല്ലോ, നല്ല ടേസ്റ്റിൻ്റെ ഉപ്പുണ്ട്. പാകം വെന്തിട്ടില്ലേ? വെന്തുണ്ട്. നമ്മൾ കൂർക്ക കാച്ചാൻ പോകണം. നമ്മുടെ അരി എന്തായി നോക്കാം. ചേട്ടാ ചമ്മന്തി അരച്ചിട്ട് കയ്യിൽ കഴുകിയോണ്ടൊന്നും പിന്നെ അരി പകുതി വേവായിട്ടില്ലോ, ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു, തീ കത്തിച്ചു, വെളിച്ചെണ്ണ ഒഴിക്കണം. നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കുറച്ച് ചുവന്നുള്ളി ചതച്ചത് ഇടാം. അതുപോലെ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചതച്ചത് ഇടാം. വെളുത്തുള്ളി കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ടേസ്റ്റ് കൂട്ടാ. അപ്പോൾ നമ്മൾ ഇത് കാച്ചിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാച്ചിക്കൊണ്ടിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി മൂപ്പിച്ചുകൊണ്ടിരിക്കുന്ന പകുതി മൂപ്പാകുമ്പോൾ നമ്മളിലേക്ക് കൂർക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള കുത്തിപ്പൊടി മുളക് അതിടണം. നമ്മൾ ഒരു 2 കതിര് വേപ്പില,
മൂത്ത മണം വന്നു തുടങ്ങി. നമ്മൾക്ക് ഇതിലേക്ക് വെള്ളം ഊറ്റി കളഞ്ഞാൽ കൂർക്കിരുന്നു കേട്ടോ. നമ്മുടെ കൂർക്കുപ്പേരി റെഡി ആയിട്ടാ. ഇനി അടുത്ത് മീൻ മറക്കാൻ പോകണം കേട്ടോ നമ്മൾ. അപ്പോൾ നമ്മുടെ കൂർക്കുപ്പേരി കഴിഞ്ഞു, ഇത് ചമ്മന്തി കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഉണക്കമീൻ പട്ടത്തി മാന്തൽ വറക്കാൻ പോകണം. നമ്മൾ ഉണക്കമീൻ വറക്കാൻ പോവാണ്. അതിനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ചു. ഇനി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടായി നമ്മൾ പട്ടത്തീനെ വറക്കാൻ വയ്ക്കണം. നല്ല മണം വരുന്നുണ്ട്. മണം കൂടിയും ഇതിലേക്ക് കിട്ടും വെച്ചെങ്കിൽ ഭയങ്കര രസമായല്ലേ. എനിക്ക് കാലക്രമേണ അങ്ങനെ വരുമോ ടെക്നോളജി? എന്താണ് ബേബി ചായന്റെ അഭിപ്രായം? മാന്തളിന്റെ അല്ല, അതായത് ഇപ്പൊ നമുക്ക് സൗണ്ടും വിഷ്വലും അല്ലേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റണം. അതുപോലെ മണം കൂടി തീർച്ചയായിട്ടും അതും വരും. അപ്പൊ ആളുകൾക്ക് ഇപ്പൊ ഭക്ഷണം മോശമാണെങ്കിലും സുഖമായിട്ട് ഇരുന്നിട്ട് കരിഞ്ഞെങ്കിലും അടിയെ പിടിച്ചാലൊക്കെ അറിയാൻ പറ്റും. ഇപ്പൊ വീടുകളിൽ എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും ഈ മണം കൊണ്ടെങ്കിലും കഴിക്കാം. ഈ മണം മതി അല്ലേ? പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക്. ആൾക്ക് തൃശ്ശൂർ ഭയങ്കര ഇഷ്ടം. ഇന്ന് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് മതിക്കുന്ന പൂരത്തിന് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അതായത് മതിക്കുന്ന വേല ഞാൻ പറഞ്ഞില്ല, അമ്മേരെ വീടിന്ന് പൊന്നൂക്കരയിന് മതിക്കുന്ന വേല. അപ്പൊ അങ്ങോട്ട് പോകണം ഉച്ചരിഞ്ഞ് മേള കാണാം. മേളല്ല, പൂരം കാണാം. 25 ആനയാണ്. എത്ര മുടിഞ്ഞ വെയിലും കാണുക തന്നെ. നമ്മുടെ ഉണക്കമീൻ റെഡിയിട്ടാ. ഇതിനെടുക്കാം. 3 ഐറ്റംസുകൾ റെഡി. ഇനി കഞ്ഞിയും കൂടി വന്നാൽ മതി ഇതിൻ്റെ ഒപ്പം. ചമ്മന്തിയിലേ ഒരു പൊട്ട് വെളിച്ചെണ്ണ പോരായിണ്ട് ഇല്ലേ? സ്വല്പം വെളിച്ചെണ്ണ ഇട്ട് ഒഴിക്കണം കേട്ടോ. അപ്പം ചമ്മന്തിയില് അത് വേറെ പിഞ്ഞാണത്തിലേക്ക് മാറ്റണ്ട. കോരിവിലലിന് നടക്കണം. ചമ്മന്തിയിലേ വെളിച്ചെണ്ണ കുറവായിരുന്നു. ഇത് വെളിച്ചെണ്ണ ഒഴിച്ചാലും ഈ മരത്തിലേക്ക് അത് പിടിക്കില്ലേ? കുറച്ച് പിടിക്കും. അത് ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കല്ലേ ചെയ്യാ. പെട്ടെന്ന് തന്നെ നമ്മൾ ചമ്മന്തി കഴിക്കേണ്ട സമയത്ത് ഒഴിച്ചാൽ മതിയായിരുന്നു. എന്നാലും കിടന്നോട്ടെ. അപ്പോൾ 3 ഐറ്റംസുകൾ റെഡി ആയിട്ട് നമ്മുടെ ഇനി കഞ്ഞി റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ കഞ്ഞി കുടിക്കായിരിക്കും. നമ്മുടെ കഞ്ഞി വെന്തു കണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിടാം. ഉപ്പ് ഞാൻ കല്ലുപ്പ് ഇടണം കേട്ടാ. കല്ലുപ്പ് ഇടണോ? ഒരു 2 മിനിറ്റ് നേരം ഇത് കിടക്കണം. അപ്പോൾ ഒന്ന് അലിയും ഉപ്പ്. എന്നിട്ട് ഇതിന് കഞ്ഞി ഇങ്ങനെ കോരി അങ്ങോട്ട് എടുക്കും. കഞ്ഞി നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണം. കഞ്ഞി നമുക്ക് ധരിക്കേണ്ടാക്കാം കേട്ടാ. ഓ ഭയങ്കര ചൂടുണ്ട്. എത്ര കഞ്ഞി മതിയാ? കുറെ കഞ്ഞിട്ടാ എല്ലാവരും എടുത്തിട്ട് അവസാനം എനിക്ക് കലത്തിലാ ക്ഷേത്രക്കാരുടെ പാത്രത്തോടെ 2 കഞ്ഞികൾ 2 കഞ്ഞിട്ടാ. ഇനി ഇതിലേക്ക് നമ്മള് പ്ലാവിൻ്റെ ഇല, പഴുത്ത പ്ലാവിൻ്റെ ഇല. ഇതാണ് കഞ്ഞി കുടിക്കാൻ ഉപയോഗിക്കുന്ന പണ്ട് കാലത്തെ ടീസ്പൂൺ കേട്ടാ. ഇതിങ്ങനെ ആക്കും നമ്മള്. പച്ചെടുക്കാതെ പഴുത്ത പ്ലാവിലെയും പച്ച പ്ലാവിലൂടെ രണ്ടിനും ഒരു വ്യത്യസ്ത മണം ഉണ്ടായിരിക്കും. ഓ മണത്തിന്റെ അതല്ല പച്ച നമുക്ക് പഴുത്തല്ല കിട്ടുക, താഴെ വീണതല്ല എടുക്കുക. ഇതാണ് നമ്മുടേത്. കോരി കുടിക്കുക. ഈർക്കിലി ഓലര മിറ്റടിക്കുന്ന ജോലല്ല കേട്ടാ. മിറ്റടിക്കുന്ന ജോലിന്റെ എടുക്കാൻ പാടില്ല. നമ്മള് നല്ല ഓലമെന്ന് എടുക്കണം. ഫ്രഷ് കഞ്ഞി. അപ്പൊ എനിക്ക് ഇതിലത്തെ കഞ്ഞിയാണോ? വളരെ അകലെന്ന് കഞ്ഞി അന്വേഷിച്ച് വന്നിട്ടുള്ള ആൾക്കുള്ള കഞ്ഞി കാര്യങ്ങൾ റെഡിയായി. നോക്കിയേ, കുത്തരി കഞ്ഞി, കൂർക്കുപ്പേരി, പട്ടത്തി മാന്തൽ വറുത്തത്, നല്ല ചമ്മന്തി, കോരിവലയിൽ അരച്ച ചമ്മന്തി. ഇത് കൂടിയിട്ട് ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പോകണം കേട്ടോ. ഇതിനേക്കാളും നല്ലൊരു ഭക്ഷണം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്ക് ഓരോ രീതിയുണ്ട്. കഞ്ഞി കുടിച്ചിട്ട് അഭിപ്രായം പറഞ്ഞോളൂ. ശീലല്ല
കൂർക്ക ചുള്ളിയ തണുപ്പില്ല കറക്റ്റ് ഇതാ ചമ്മന്തിയിൽ തൊട്ട് വയ്ക്കുന്നുണ്ടോ ചമ്മന്തി അടിപൊളി, നല്ല എരിവ്, ഉപ്പ്, പുളി എല്ലാ പാകത്തിനും. ഇത് തൊട്ട് വെച്ചോട്ടോ. ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അവിടേക്ക് ഓരോ കടി ഇതാണ് വലുതെടുക്ക്. ഇതാണ് എന്റെ രീതി. അങ്ങനെ ഞാനങ്ങനെ ചെയ്യില്ല കേട്ടാ, ഇടത്തെ കയ്യിലാക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ചേട്ടൻ മീൻ വറുത്തത് മറ്റേ പച്ച മീനായാലും ഈ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ ഈ കയ്യിലൊക്കെ ആവും. കുഴപ്പമില്ല, സ്പൂണും ഫോർക്കും പിന്നെയാണല്ലോ അടിപൊളി. നമ്പർ 1 എനിക്കിഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ കഞ്ഞി കുടി കണ്ടില്ലേ, ഇതാണ് പണ്ടത്തെ ഇത്രയ്ക്കധികം ഉണ്ടാവില്ല. ഒന്ന് ഈ കഞ്ഞിയും ചമ്മന്തിയും അല്ലെങ്കിൽ കഞ്ഞിയും കൂർക്കും ഉണക്ക മീൻ പിന്നെ വല്ലപ്പുഴ ഇടയിലേക്ക് ഉണ്ടെങ്കിലായി. ഇവിടെ നമ്മളിതെല്ലാം കൂടിയിട്ടായിരുന്നു ഇടാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.